പ്രവാസി വോട്ടുകളെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർണായകമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഗൾഫ് നാടുകൾ മിനി കേരളമായി മാറാറുണ്ട്. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും ഗൾഫിൽ നേരിട്ടെത്തി ചില കൺവെൻഷനുകളും നടത്തുന്നതും വോട്ടർമാരെ വിമാനം ചാർട്ടർ ചെയ്ത് നാട്ടിലെത്തിക്കുന്നതുമൊക്കെ പതിവ് കാഴ്ചകളായിരുന്നു. എന്നാൽ ഇത്തവണ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഈ ആവേശത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുക. കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവാസി വോട്ടിന് പൊന്നും വിലയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ജന്മനാട്ടിൽ എത്തിക്കാനുള്ള പരവേശത്തിലാണ് പാർട്ടികളും മുന്നണികളും. പക്ഷെ കുതിച്ചു വരുന്ന വിമാന നിരക്ക് അത് പ്രവാസികളുടെ സമ്മതിദാന അവകാശത്തിന് വെല്ലുവിളിയാവുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പല മണ്ഡലങ്ങളിലും പ്രവാസി വോട്ടുകൾ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ ശേഷിയുള്ളവയാണ്. തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങിയതോടെ പ്രവാസി വോട്ടുകളിൽ നോട്ടമിട്ട് മുന്നണികൾ പ്രചാരണം കടുപ്പിച്ചു കഴിഞ്ഞു. പ്രവാസികൾക്കായുള്ള വിവിധ പദ്ധതികളും വാഗ്ദാനങ്ങളും പ്രചാരണത്തിലുടനീളം ചർച്ച ചെയ്യുന്നു. ഗൾഫിലെ യുദ്ധഭീതി മൂലം പ്രവാസി സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും തൊഴിൽ നഷ്ടവുമെല്ലാം പരിഹരിക്കാനുള്ള ഫോർമുല ഈ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾക്ക് മുന്നോട്ട് വയ്ക്കേണ്ടി വരും. പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് ലഭിക്കുന്ന അപേക്ഷകളിൽ നടപടിയെടുക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിനും സർക്കാർ നടപടി വൈകുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും മുന്നിൽ പ്രവാസി സംഘടനകൾ ഉയർത്താനും ഇടയുണ്ട്. അതുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നേരിയ മാർജിനുള്ള നിയോജക മണ്ഡലങ്ങൾ അത് ഉറപ്പാക്കണമെങ്കിൽ പ്രവാസി വോട്ടുകൾ പരമാവധി പെട്ടിയിൽ എത്തണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സർവീസുകൾ വെട്ടിച്ചുരുക്കിയതും ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നതും പ്രശ്നം തന്നെയാണ്. അതുപോലെ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും പങ്കെടുപ്പിച്ച് ഗൾഫ് മേഖലയിൽ കൺവെൻഷൻ നടത്താനും വോട്ടർമാരെ എത്തിക്കാനും തയ്യാറെടുക്കുമ്പോഴാണ് യുദ്ധമുണ്ടായത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പും വന്നതോടെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. പലർക്കും സൗദി അറേബ്യ വഴി വിസ എടുത്ത് മാത്രമേ നിലവിൽ നാട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇതിനായി ഒരാൾക്ക് 1 ലക്ഷം രൂപയിലധികം ചെലവ് വരുന്നത് സാധാരണക്കാരായ പ്രവാസികളെ പിന്തിരിപ്പിക്കുന്നു. ഗ്രൂപ്പുകളായി വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ രാഷ്ട്രീയ സംഘടനകൾ മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് വിമാനങ്ങൾ ചാർട്ട് ചെയ്താണ് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ യുദ്ധം കാരണം വിമാനക്കൂലി കുതിച്ചു വരുന്നതും സർവീസുകൾ വെട്ടിക്കുറച്ചതും ഈ നീക്കത്തിന് തിരിച്ചടിയായി. നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും അമിത നിരക്ക് നൽകി യാത്ര ചെയ്യേണ്ടി വരുന്നത് തിരിച്ചടിയാണ്. യുദ്ധം തങ്ങളുടെ ജോലിയെയും ഭാവിയെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് പല പ്രവാസികളും. തെരഞ്ഞെടുപ്പ് ചർച്ചകളെക്കാൾ ഉപരി സുരക്ഷിതമായി നാട്ടിലെത്താൻ കഴിയുമോ എന്നതിനാണ് പലരും മുൻഗണന നൽകുന്നത്. എങ്കിലും പ്രവാസ ലോകത്തെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നത് ഫലം വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. പ്രവാസികളുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ മുടങ്ങിയതോടെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിലേക്ക് പാർട്ടികൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സ്ഥാനാർത്ഥികൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ പ്രവാസികളുമായി സംവാദിക്കുന്നു. മണ്ഡലം തിരിച്ച് പ്രവാസികളെ ഏകോപിപ്പിക്കാൻ പ്രത്യേക സെല്ലുകൾ പ്രവർത്തിക്കുന്നു. ഗൾഫിൽ ഡിജിറ്റൽ പോസ്റ്ററുകൾ വഴി പ്രാദേശിക വികസന മുദ്രാവാക്യങ്ങൾ ഗൾഫിലെ ഗ്രൂപ്പുകളിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഏതായാലും മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളും കടുത്ത ആശങ്കയിലാണ് പ്രവാസികളുടെ കാര്യത്തിൽ.